തേർഡ് സെമസ്റ്റർ BSc ഡിഗ്രി എക്സാമിനേഷൻ നവംബർ 2022 കോംപ്ലിമെൻ്ററി സ്റ്റാറ്റിസ്റ്റിക്സ് പേപ്പറായിട്ടുള്ള പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ് ആൻഡ് സാമ്പിളിംഗ് തിയറിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പാർട്ട് ബി ഷോർട്ട് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിലെഴുതുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ഒബ്റ്റെയിൻ ദ മോഡ് ഓഫ് എക്സ് ഫോളോയിങ് BNP. അതായത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ മോഡാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ മോഡ് കണ്ടുപിടിക്കുന്നത്? ഒരു റാൻഡം വേരിയബിളിൻ്റെ ഇഫ് എക്സ് ഇസ് ദ മോഡ് ഓഫ് എ ഡിസ്ട്രിബ്യൂഷൻ then f of x will be maximum. That is, f of x is maximum means f of x will be greater than or equal to f of x plus 1 and f of x greater than or equal to f of x minus 1. അപ്പോൾ നമ്മൾ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കണ്ടീഷൻസ് ആണ്, ഓരോ കണ്ടീഷൻസും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മോഡിനുള്ള ഒരു എക്സ്പ്രഷൻ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അറിയുന്നത് നമ്മളെ റാൻഡം വേരിയബിൾ എക്സ് എന്ന് പറയുന്ന നമ്മളെ റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്നത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് വിത്ത് പാരാമീറ്റർ n, p എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ നമുക്കറിയാം അയാളുടെ PMF f of x is equal to NCX p raised to x q raised to n minus x എന്നുള്ള ഫോമിലായിരിക്കും. എക്സ് എടുക്കുന്ന വാല്യൂസ് 0, 1, 2, 3 എക്സെട്ര അപ് ടു n. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാൻ നോക്കുന്ന കണ്ടീഷൻ f of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of x plus 1 എന്ന് പറയുന്ന കണ്ടീഷനാണ് ആദ്യം നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ f of x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു f of x plus 1 എന്ന് പറഞ്ഞ കണ്ടീഷൻ നോക്കുന്നു. അപ്പോൾ നമുക്കറിയാം what is f of x? f of x is NCX p raised to x q raised to n minus x. that is greater than or equal to f of xനെ നമ്മളിങ്ങനെ എഴുതുകയാണെങ്കിൽ f of x plus 1നെ നമുക്ക് എങ്ങനെ എഴുതാം? x വരുന്ന സ്ഥാനത്തെല്ലാം x plus 1 കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് NC x plus 1 p raised to x plus 1 q raised to n minus of x plus 1 ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതാം അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് NCXനെ നമ്മൾ ഇൻ ദ ഫോം ഓഫ് ഫാക്ടോറിയൽ എഴുതാൻ പോവുകയാണ്. NCX can be written as n factorial divided by x factorial into n minus x factorial. Then p raised to x q raised to n minus x. That is greater than or equal to. ഇവിടെയും NCX plus 1നെ നമ്മൾ ഫാക്ടോറിയൽ രൂപത്തിൽ എഴുതുകയാണ്. That is n factorial divided by x plus 1 factorial into n minus of x plus 1 factorial എഴുതി. പിന്നെ p raised to x plus 1 എന്നുണ്ട്. അതിൽ നമുക്ക് p raised to x into p എന്നുള്ള രൂപത്തിൽ എഴുതാം. അതായത് p raised to x into p raised to 1. പിന്നെ ഇവിടെ q raised to ഇതെന്ന് പറഞ്ഞാൽ q raised to n minus of x minus 1 ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാണ് q raised to n minus x ഇൻറ്റു q raised to minus 1 എന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പം നമുക്കിവിടെ കോമൺ ആയിട്ടുള്ള ടേമുകളെ ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ n ഫാക്ടോറിയൽ നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ നമുക്കിവിടെ p raised to x ഉണ്ട്, ഇവിടെയും p raised to x ഉണ്ട്, അതിനെ ക്യാൻസൽ ചെയ്തു. ഇവിടെ q raised to n minus x ഉണ്ട്, q raised to n minus x ഉണ്ട്, അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി വരുന്നത് എന്താ നോക്കാം. അപ്പോൾ ദിസ് ഇസ് 1 divided by x factorial into n minus x factorial ഇവിടെ വരുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ ഒരു p ഉണ്ട്, പിന്നെ q raised to minus 1 എന്നുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് 1/q എന്ന് എഴുതാം അല്ലേ. പിന്നെ നമുക്ക് ഫാക്ടോറിയൽ വരുന്ന ടേം നോക്കാം. 1 divided by ഇവിടെ ഒരു x plus 1 ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റി എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് n minus ഓഫ് x minus 1 n minus x minus 1 എന്ന് ഫാക്ടോറിയൽ എന്ന് എഴുതും അല്ലേ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വലിയ സംഖ്യയുടെ ഫാക്ടോറിയലിനെ ചെറിയ സംഖ്യയുടെ ഫാക്ടോറിയലിൻ്റെ ടേംസിലാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ ഉണ്ട് അല്ലേ. അപ്പോൾ എക്സ് പ്ലസ് 1 ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എക്സെട്ര അങ്ങനെ ഓരോന്ന് ടേംസ് കുറഞ്ഞു പോയി 3 into
ടു ഇൻറ്റു വൺ എഴുതും അല്ലേ. അതായത് എക്സ് പ്ലസ് വൺ ഫാക്ടോറിയലിനെ എക്സ് പ്ലസ് വണ്ണിനെ മാറ്റി നിർത്തിയാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ എക്സെട്ര 3 ഇൻറ്റു 2 ഇൻറ്റു 1. അതായത് ഈ പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു എക്സ് ഫാക്ടോറിയലാണ്. അപ്പോൾ എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ നമ്മളതാണ് ഇവിടെ എഴുതാൻ പോകുന്നത്. അപ്പം 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇവിടെയുണ്ട്. പിന്നെ അടുത്തത് അതേപോലെ ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഇവിടെയുണ്ട്. ഇവിടെ എന്തുണ്ട്? എൻ മൈനസ് എക്സ് എന്ന് ഒന്ന് കുറഞ്ഞതിൻ്റെ ഫാക്ടോറിയൽ. അതായത് എൻ മൈനസ് എക്സ് ആണ് ഇവിടെ വലിയ സംഖ്യ. അപ്പോൾ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലിനെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമുക്ക് എങ്ങനെ എഴുതാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ മൈനസ് എക്സിനെ മാറ്റി വെച്ചാൽ അതിന്ന് ഒന്ന് കുറഞ്ഞ സംഖ്യയുടെ ഫാക്ടോറിയൽ, അതായത് എൻ മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ എന്ന് നമുക്ക് എഴുതാം. അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വലിയ സംഖ്യ ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലാണ്. അതിന് ഞാൻ എങ്ങനെ എഴുതുന്നു? എൻ മൈനസ് എക്സ് ഇൻറ്റു എൻ മൈനസ് ഓഫ് എക്സ് മൈനസ് എൻ മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഇങ്ങനെ എഴുതുന്നു. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ബൈ ക്യൂ ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് പ്ലസ് വൺ ഫാക്ടോറിയലാണ് നമ്മൾ മാറ്റി എഴുതുന്നത്. ദാറ്റ് ഈസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഇൻറ്റു എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഇങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെ നിന്ന് ഇനിയും നമുക്ക് കോമൺ ആയിട്ടുള്ള കുറച്ച് ടേമുകൾ ക്യാൻസൽ ചെയ്യാനുണ്ട്. അപ്പം ഇവിടെ എക്സ് ഫാക്ടോറിയൽ ഇവിടെയുണ്ട്, ഇവിടെ എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. അതുമാതിരി ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ, ഇവിടെയും എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. അപ്പോൾ അവരെല്ലാം നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ ബാക്കി വരുന്നത് ഈ സൈഡിൽ 1 ഡിവൈഡഡ് ബൈ എൻ മൈനസ് എക്സ് ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ബൈ ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് വൺ. ഇതാണ് നമുക്കുള്ളത് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം എന്താ കിട്ടുന്നത് നോക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ക്യൂ ഇൻറ്റു എക്സ് പ്ലസ് വൺ ദറ്റ് ഈസ് ഈക്വൽ ടു that is greater than or equal to n minus x into p. ഇതാണ് നമുക്ക് വരാൻ പോകുന്നത്. അതായത് നമ്മൾ ഇവിടുത്തെ ടേമുകളെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയതാണ്. അപ്പം q ഇൻറ്റു എക്സ് പ്ലസ് വൺ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ മൈനസ് എക്സ് ഇൻറ്റു പി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റ് മാറ്റിയിട്ട് എഴുതാം. അപ്പോൾ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ q ഇൻറ്റു എക്സ് അല്ലേ, അപ്പോൾ എക്സ് ക്യൂ പ്ലസ് ക്യൂ ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെയും ബ്രാക്കറ്റ് മാറ്റാം, എൻ പി മൈനസ് എക്സ് പി ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ഇനി നമുക്ക് എക്സിനെ കുറിച്ചിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. എക്സ് ആണ് മോഡ്, അതാണ് കിട്ടേണ്ടത്. അപ്പോൾ എക്സിൻ്റെ ടേമുകളെല്ലാം ഞാനൊരു സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ ഇപ്പം എക്സ് ക്യൂ ഓൾറെഡി ഉണ്ട്, മൈനസ് എക്സ് പിനെ ഈ സൈഡിലേക്ക് ഞാൻ കൊണ്ടുവരുന്നു. അപ്പോൾ പ്ലസ് എക്സ് പി ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ പി പ്ലസ് ക്യൂവിനെ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകണം, മൈനസ് ക്യൂ. ഓക്കെ, ഇനി എക്സ് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കാം. എക്സ് ഇൻറ്റു പി പ്ലസ് ക്യൂ അല്ലെങ്കിൽ ക്യൂ പ്ലസ് പി ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ പി മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് 1 മൈനസ് പി, അങ്ങനെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു വാട്ട് ഈസ് പി പ്ലസ് ക്യൂ? പി പ്ലസ് ക്യൂ ഈസ് ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുള്ളൂ? എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ എൻ പി മൈനസ് ഓഫ് മൈനസ് പി എന്ന് പറഞ്ഞാൽ പ്ലസ് പി മൈനസ് 1 ഇങ്ങനെ നമുക്ക് എഴുതാം. ഓർ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് എൻ പി പ്ലസ് പി മൈനസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നുള്ള ഒരു എക്സ്പ്രഷനാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. അതിന് നമുക്ക് 1 എന്ന് പേര് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കിട്ടിയത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് വൺ എന്ന് പറഞ്ഞ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടാണ്. ഇനി ഇതേപോലെ മൂഡ് കാണാൻ ഒരു കാര്യം കൂടി നമ്മൾ നോക്കണം. എക്സ് മൂഡാണെങ്കിൽ എഫ് ഓഫ് എക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൺ. അടുത്തതായിട്ട് അതാണ് നമ്മൾ നോക്കാൻ പോകുന്ന കണ്ടീഷൻ. അതായത് അടുത്ത് നമ്മൾ നോക്കുന്നത് എഫ് ഓഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൺ, ഈ കണ്ടീഷനാണ് നോക്കുന്നത്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അറിയാം. ദറ്റ് ഈസ് എൻ സി എക്സ് പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ്. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് വൺ ആവുമ്പോൾ
nc x minus 1 p raised to x minus 1 q raised to n minus of x minus 1. ഇത് നമുക്ക് ഫാക്ടോറിയൽ ആക്കിയിട്ട് എഴുതാം. എൻ സി എക്സിനെ എൻ സി എക്സ് ഇസ് എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ സി എക്സ് മൈനസ് വണ്ണിനെയും ഫാക്ടോറിയൽ ആക്കിയിട്ട് എഴുതുകയാണ്. എൻ ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു n minus of x minus 1 factorial ഇങ്ങനെ നമുക്ക് എഴുതാം. ആൻഡ് പി റേസ് ടു എക്സ് മൈനസ് വൺ ആണുള്ളത്. അതിന് നമുക്ക് പി റേസ് ടു എക്സ് ഇൻറ്റു പി റേസ് ടു മൈനസ് വൺ എന്ന് എഴുതാം. ഇവിടെ ബ്രാക്കറ്റ് മാറ്റുമ്പോൾ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ ആണുള്ളത്. അപ്പോൾ അതിന് ക്യൂ റേസ് ടു ദിസ് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് പ്ലസ് വൺ ആണുള്ളത്. അതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ട് ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ഇൻറ്റു ക്യൂ റേസ് ടു വൺ എന്നുള്ള രീതിയിൽ എഴുതും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞു. ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ടേമുകളെ ക്യാൻസൽ ചെയ്ത് കളയാം. ആദ്യം തന്നെ എൻ ഫാക്ടോറിയൽ ക്യാൻസൽ ചെയ്യാം. പി റേസ് ടു എക്സ് ക്യാൻസൽ ചെയ്തു. ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കി എന്താ വരുന്നത് നോക്കാം. അപ്പോൾ ബാക്കി വരുന്നത് ഇവിടെ 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ദിസ് ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇവിടെ പി റേസ് ടു മൈനസ് വൺ ഇൻറ്റു ക്യൂ എന്നാണ്. അപ്പോൾ പി റേസ് ടു മൈനസ് വൺ എന്ന് പറഞ്ഞാൽ വൺ ഡിവൈഡഡ് ബൈ പി ആണ്. പിന്നെ ഇൻറ്റു ക്യൂ കൂടിയുണ്ട്. അപ്പോൾ ക്യൂ ബൈ പി എന്ന് എഴുതാം. ആൻഡ് ഫാക്ടോറിയൽ വരുന്ന ടേമുകൾ ഇവിടെ എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഉണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് മാറ്റുമ്പം എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഫാക്ടോറിയലിനെ വലിയ സംഖ്യയുടെ ഫാക്ടോറിയലിനെ നമ്മൾ ചെറിയ സംഖ്യയുടെ ഫാക്ടോറിയലിൻ്റെ ടേംസിൽ എഴുതാൻ പോവുകയാണ്. ഇവിടെ എക്സ് ഫാക്ടോറിയലും ഇവിടെ എക്സ് മൈനസ് വൺ ഫാക്ടോറിയലും ആണുള്ളത്. ഇപ്പോൾ എക്സ് ഫാക്ടോറിയലാണല്ലോ വലുത്. ഇപ്പോൾ എക്സ് ഫാക്ടോറിയലിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് ഫാക്ടോറിയൽ ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ എന്നുള്ള രൂപത്തിൽ എഴുതാം. അതേമാതിരി നമ്മൾ ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. ഇവിടെ എന്താ ഉള്ളത്? എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ. ഇവിടെ ഇതാണ് വലുത്. അപ്പം വലുതിനെ നമ്മൾ ചെറുതിൻ്റെ ടേംസ് ആണല്ലോ എഴുതുകയാണ്. അപ്പം എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഫാക്ടോറിയൽ എന്നുള്ളതിനെ ഞാൻ എങ്ങനെ എഴുതുന്നു? എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു ഇതിന്ന് ഒന്ന് കുറഞ്ഞതിൻ്റെ ഫാക്ടോറിയൽ, അതായത് എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ. ഇങ്ങനെ നമുക്ക് മാറ്റി എഴുതും. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയലിനെ നമ്മൾ മാറ്റി എഴുതുകയാണ്. എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ അതേപോലെ തന്നെ എഴുതുന്നു. എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ബൈ പി ഇൻറ്റു ഇവിടെ 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ. ചെറിയ സംഖ്യയുടെ ഫാക്ടോറിയലിനെ അനക്കാതെ അതേപോലെ വയ്ക്കുന്നു. വലിയ സംഖ്യയുടെ ഫാക്ടോറിയലിനെ നമ്മൾ എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഇൻറ്റു എൻ മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന രൂപത്തിലേക്ക് മാറ്റി എഴുതി. ഇനി നമുക്ക് കുറച്ച് ഫാക്ടോറിയലുകൾ ക്യാൻസൽ ചെയ്ത് കളയാനുണ്ട്. എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് വൺ ഫാക്ടോറിയൽ പോയി. അതുമാതിരി ഇവിടെ എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും എൻ മൈനസ് എക്സ് ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ബാക്കി വരുന്നത് എന്താ നോക്കാം. ബാക്കി നമുക്കിവിടെ വരുന്നത് 1 ഡിവൈഡഡ് ബൈ എക്സ് ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഈ സൈഡിൽ ക്യൂ ബൈ പി ഇൻറ്റു എൻ മൈനസ് ഓഫ് എക്സ് പ്ലസ് വൺ ഇതാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് പി ഇൻറ്റു എൻ മൈനസ് എക്സ് പ്ലസ് വൺ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ഇൻറ്റു എക്സ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് നമ്മൾ ഈ ടേമുകളെ നമ്മളിങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ് അല്ലേ. ഇനി നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. അപ്പം പി ഇൻറ്റു എൻ, എൻ പി ഇവിടെ മൈനസ് പി ഇൻറ്റു എക്സ് പ്ലസ് പി ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു
ക്യൂ എക്സ് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ചെയ്യുന്നത് എക്സ് വരുന്ന ടേമുകളെല്ലാം ഒരേ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ എൻ പി പ്ലസ് പിനെ മാത്രമേ ഈ സൈഡിൽ വെക്കുന്നു. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എക്സ് മൈനസ് പി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു പ്ലസ് പി എക്സ് ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. ഓർ എൻ പി പ്ലസ് പി ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, നമുക്ക് എക്സിനെ കോമൺ ഫാക്ടറായിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ നമുക്ക് ക്യൂ പ്ലസ് പി ഇൻറ്റു എക്സ് എന്ന് വരുന്നു. അപ്പോൾ ക്യൂ പ്ലസ് പി ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ദിസ് ഇസ് എൻ പി പ്ലസ് പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ് കിട്ടിയത്. ഓർ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ പി പ്ലസ് പി. ഈ ഇൻഇക്വാളിറ്റീനെ ഞാൻ 2 എന്ന് പേര് കൊടുക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഇൻഇക്വാളിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എൻ പി പ്ലസ് പി മൈനസ് 1 ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി ആൻഡ് ഇത് നമ്മളുടെ സെക്കൻഡ് ഇൻഇക്വാളിറ്റി. അപ്പോൾ കമ്പൈനിങ് 1 and 2 ഈ രണ്ട് ഇൻഇക്വാളിറ്റികളെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതുകയാണ്. കമ്പൈനിങ് 1 and 2 we can write np plus p minus 1 less than or equal to x less than or equal to np plus p. അതായത് എക്സ് മോഡാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ എൻ പി പ്ലസ് പി മൈനസ് 1ൻ്റെയും എൻ പി പ്ലസ് പിയുടെയും ഇൻ ബിറ്റ്വീനാണ് നമ്മളുടെ മോഡിൻ്റെ വാല്യൂ വരുന്നത് എന്നാണ് ഈ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് the sum of independent exponential random variables with common parameter lambda follows a gamma distribution. നമുക്കൊരു സം ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MGF ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ MGF ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആദ്യം ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF എന്താണെന്ന് നോക്കാം. അപ്പോൾ ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF ഇപ്പോൾ mx ഓഫ് ടി പാരാമീറ്റർ തീറ്റയായിട്ടുള്ള ഒരു എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ, അതായത് എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ തീറ്റ, പാരാമീറ്റർ തീറ്റയായിട്ടുള്ള എക്സ്പോണൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ്റെ MGF mx ഓഫ് ടി വിൽ ബി 1 മൈനസ് ടി ബൈ തീറ്റ ഹോൾ റേസ് ടു -1 എന്ന രൂപത്തിലായിരിക്കും. അതേപോലെ ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ഗാമ ഡിസ്ട്രിബ്യൂഷൻ അതിൻ്റെ പാരാമീറ്റേഴ്സ് എമ്മും പിയുമായിട്ടുള്ള ഒരു ഗാമ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അതിൻ്റെ MGF mx ഓഫ് ടി എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 മൈനസ് ടി ബൈ എം ഹോൾ റേസ് ടു -p എന്ന രൂപത്തിലായിരിക്കും. ഇത് രണ്ടും ആദ്യം നമ്മൾ അറിഞ്ഞു വെക്കണം. ഇത് വെച്ചിട്ടാണ് നമ്മളിങ്ങോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് കാണിക്കേണ്ടത് സം ഓഫ് ഇൻഡിപെൻഡൻറ്റ് എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് വിത്ത് കോമൺ പാരാമീറ്റർ ലാംഡ ഫോളോസ് എ ഗാമ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ്. അതായത് നമ്മൾ കുറച്ച് n എക്സ്പോണൻഷ്യൽ റാൻഡം വേരിയബിൾസ് കൺസിഡർ ചെയ്യണം. അപ്പോൾ ലെറ്റ് x1 x2 എക്സെട്ര xn ബി n independent exponential random variables, exponential random variables എന്ന് നമ്മൾ വിചാരിക്കുന്നു. ആൻഡ് വിത്ത് പാരാമീറ്റർ ലാംഡ, അതായത് x1ൻ്റെ പാരാമീറ്റർ ലാംഡയാണ്, x2ൻ്റെ പാരാമീറ്റർ ലാംഡയാണ് എല്ലാം അല്ലേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് mx1 ഓഫ് ടി? mx1 ഓഫ് ടി ഈസ് ഈക്വൽ ടു തീറ്റയാണ് പാരാമീറ്റർ എങ്കിൽ mx ഓഫ് ടി എന്ന് പറയുന്നത് 1 മൈനസ് ടി ബൈ തീറ്റ റേസ് ടു -1 ആണ്. അപ്പോൾ ഇവിടെ ലാംഡയാണ് പാരാമീറ്റർ. അപ്പോൾ 1 മൈനസ് ടി ബൈ ലാംഡ റേസ് ടു -1 ആണ് mx1 ഓഫ് ടി. അതേപോലെ വാട്ട് ഈസ് mx2 ഓഫ് ടി? mx2 ഓഫ് ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പാരാമീറ്ററും ലാംഡയാണ്. അപ്പോൾ 1 മൈനസ് ടി ബൈ ലാംഡ റേസ് ടു -1. അങ്ങനെ പോയിട്ട് നമ്മൾ nth റാൻഡം വേരിയബിൾ mxn ഓഫ് ടി that is equal to, that is also 1 minus t by lambda whole raised to -1.
അതായത് നമ്മളടുത്തുള്ള n എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾസ്, n ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള എക്സ്പൊണൻഷ്യൽ റാൻഡം വേരിയബിൾസ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും MGF എന്തായിരിക്കും? 1 മൈനസ് ടി ബൈ ലാംഡ ഹോൾ റേസ് ടു -1 എന്നുള്ള രൂപത്തിലായിരിക്കും അല്ലേ. അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇവരുടെ സം, അതായത് x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xnൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഈ x1 പ്ലസ് x2 എക്സെട്ര xnൻ്റെ MGF ഞാൻ എഴുതി നോക്കുകയാണ്. അപ്പോൾ നൗ കൺസിഡർ m x1 പ്ലസ് x2 എക്സെട്ര പ്ലസ് xn ഓഫ് ടി അല്ലേ. അപ്പോൾ ഇതൊരു സമ്മിൻ്റെ MGF ആണ്. ആൻഡ് ഈ വേരിയബിൾസ് എല്ലാം തന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള റാൻഡം വേരിയബിൾസ് ആണ്. സോ ദ MGF ക്യാൻ ബി റിട്ടൺ ആസ് m x1 of t into m x2 of t etc into m xn of t. MGFൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇൻഡിപെൻഡൻറ്റ് MGF റാൻഡം വേരിയബിൾസിൻ്റെ MGFനെ, സമ്മിൻ്റെ MGFനെ നമുക്ക് എങ്ങനെ എഴുതാം? പ്രോഡക്റ്റ് ഓഫ് ദെയർ MGFs എന്ന് എഴുതാം. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഓരോ MGF നമുക്കറിയാം 1 മൈനസ് ടി ബൈ ലാംഡ റേസ് ടു -1, അടുത്തതും 1 മൈനസ് ടി ബൈ ലാംഡ റേസ് ടു -1 എക്സെട്ര. ലാസ്റ്റ് വൺ ഇസ് 1 മൈനസ് ടി ബൈ ലാംഡ റേസ് ടു -1. അതായത് 1 മൈനസ് ടി ബൈ ലാംഡ റേസ് ടു -1 എന്ന് പറഞ്ഞ ടേമുകളെ നമ്മളിവിടെ n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1 മൈനസ് ടി ബൈ ലാംഡ ഹോൾ റേസ് ടു -1നെ നമ്മൾ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്? n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ടി ബൈ ലാംഡ ഹോൾ റേസ് ടു, ഇവിടെ -1 റേസ് ടു n ആണ്. അപ്പം -n നമുക്ക് എഴുതും. ഇങ്ങനെയാണ് x1 പ്ലസ് x2 എക്സെട്ര xnൻ്റെ MGF കിട്ടിയിരിക്കുന്നത്. അത് ഏത് MGF പോലെ തന്നെയുണ്ട്? ഗാമ ഡിസ്ട്രിബ്യൂഷൻ്റെ MGFൻ്റെ പാറ്റേൺ ആണ്. ഗാമ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ m ആൻഡ് pയുടെ MGFൻ്റെ അതേ പാറ്റേണിലാണ് ഇവിടെ വന്നിരിക്കുന്നത്. m വന്ന സ്ഥാനത്ത് ലാംഡയും p വന്ന സ്ഥാനത്ത് n-ഉം വന്നിട്ടുണ്ട്. അപ്പോൾ ദിസ് ഫോളോസ്, this is the MGF, this is the MGF of a gamma distribution with parameters m and p യുടെ സ്ഥാനത്ത് നമുക്ക് വരുന്നത് ലാംഡ ആൻഡ് n പാരാമീറ്റർ ഉള്ള ഒരു റാൻഡം വേരിയബിളുടെ MGF ആണ് കിട്ടിയിരിക്കുന്നത്. ദാറ്റ് ഈസ് x1 പ്ലസ് x2 എക്സെട്ര xn follows a gamma distribution. അടുത്ത ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് Chebyshev's inequality. Let x be a random variable following a rectangular distribution over 5,50. Use Chebyshev's inequality to find an upper bound for probability of modulus of x minus 10 greater than 4.33. അപ്പോൾ നമ്മൾ ആദ്യം Chebyshev's inequalityയുടെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മ്യൂ ആൻഡ് വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ സ്ക്വയർ. ദെൻ ഫോർ എ പോസിറ്റീവ് റിയൽ നമ്പർ ടി, പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ greater than or equal to t sigma is less than or equal to 1 by t square, or probability of modulus of x minus mu less than or equal to t sigma is greater than or equal to 1 minus 1 by t square. ഇതാണ് Chebyshev's inequality. അപ്പോൾ നമുക്ക് ഇവിടെയുള്ളത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ ദ ഇൻ്റർവെൽ 5,15 ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ റാൻഡം വേരിയബിളിന് Chebyshev's inequality ഉപയോഗിച്ചിട്ട് ഈ പ്രോബബിലിറ്റിക്കുള്ള പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 10 ഗ്രേറ്റർ ദാൻ 4.33ക്കുള്ള ഒരു അപ്പർ ബൗണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷനാണ് Chebyshev's inequality കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ Chebyshev's inequality അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന റാൻഡം വേരിയബിളിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണെന്ന് അറിയണം, അതിൻ്റെ വേരിയൻസ് ഓഫ് എക്സ് എന്താണെന്ന് അറിയണം. അപ്പോൾ നമ്മളെ റാൻഡം വേരിയബിൾ ഇവിടെ എക്സ് ഫോളോ ചെയ്യുന്നത് ഒരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നത് ഇൻ ദ ഇൻ്റർവെൽ 5,50.
അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രത്യേകത, റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഓർ ഇറ്റ്സ് ഓൾസോ കോൾഡ് യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഇൻ കണ്ടിന്യൂസ് കേസ്. അപ്പോൾ നമ്മൾ എ കോമ ബി എന്ന് പറയുന്ന ഇൻ്റർവെല്ലിൽ ഒരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ അയാളുടെ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 ആണ്. ആൻഡ് ഇറ്റ്സ് വേരിയൻസ് ബി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 12 എന്നുള്ള ഫോമിലാണ് ഒരു റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും വേരിയൻസും വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്ന റെക്റ്റാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്, അതിനെ നമ്മൾ മ്യൂ എന്ന് വിളിക്കും അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ ഡിവൈഡഡ് ബൈ 2 എന്നുള്ള ഫോമാണ്. ഇവിടെ എയുടെ സ്ഥാനത്ത് 5ഉം ബിയുടെ സ്ഥാനത്ത് 15ഉമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എഴുതാം 5 പ്ലസ് 15 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ബൈ 2 10. അപ്പോൾ ഇവിടെ മ്യൂ എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ് 10 ആണ്. ആൻഡ് വേരിയൻസ് നമുക്ക് നോക്കാം, സിഗ്മ സ്ക്വയർ ഓർ വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ബി മൈനസ് എ ദ ഹോൾ സ്ക്വയർ ബൈ 12 ദാറ്റ് ഈസ് 15 മൈനസ് 5 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 12. അതായത് 10 സ്ക്വയർ ഡിവൈഡഡ് ബൈ 12 എന്നാണ് വരുന്നത്. or this can be written as 10 square divided by 12, which is equal to 25 by 3. അതായത് 100 by 12 എന്ന് വരും. 100 by 12 is 25 divided by 3. Sigma square is 25 divided by 3, or sigma can be written as root of 25 divided by 3, and that is equal to 5 by root 3. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് 5 by root 3 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതായത് നമ്മളെ ഇപ്പം തന്നിരിക്കുന്ന റെക്റ്റാങ്കുലർ റാൻഡം വേരിയബിളിൻ്റെ എക്സിൻ്റെ മീൻ മ്യൂ എന്ന് പറയുന്നത് 10 എന്നും സിഗ്മ എന്ന് പറയുന്നത് 5 by root 3 എന്നും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ എക്സിന് അപ്ലൈയിങ് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ടു ദി റാൻഡം വേരിയബിൾ എക്സ്. റാൻഡം വേരിയബിൾ എക്സിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അതായത് അപ്പർ ബൗണ്ട് കിട്ടാനുള്ള ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ്. അതായത് അപ്പർ ബൗണ്ട് കിട്ടുന്ന ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി ഈസ് പ്രോബബിലിറ്റി ദാറ്റ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ greater than or equal to t sigma is less than or equal to 1 by t square. ഈ ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റിയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ഹിയർ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് മ്യൂ ഇസ് 10. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി സിഗ്മ, ടി ടൈംസ് ഇറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, അതായത് ടി ഇൻറ്റു 5 by root 3 അല്ലേ. that is less than or equal to 1 by t square. ഇതാണ് നമുക്ക് നമ്മളെ റാൻഡം വേരിയബിളിന് ഷെബിഷെവ്സ് ഇൻഇക്വാളിറ്റി അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയ കാര്യം. ഇനി നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന പ്രോബബിലിറ്റി നോക്കാം. ദാറ്റ് ഈസ് വി ഹാവ് ടു ഫൈൻഡ് പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 10 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 4.33. ഇതിൻ്റെ അപ്പർ ബൗണ്ടാണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഈ 1 ഡിവൈഡ് ബൈ ടി സ്ക്വയർ പോലെ വരുന്ന അപ്പർ ബൗണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിനെ ഞാൻ 2 എന്ന് പറയുന്നു. അപ്പോൾ നമ്മളിതിനെ കമ്പയർ ചെയ്യാണ്. 1ഉം 2ഉം കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ഓഫ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 10 വന്നിട്ടുണ്ട്. ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ടി ഇൻറ്റു 5 by root 3 എന്ന് വന്നവിടെ ഇവിടെ 4.33 ആണ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ടി ഇൻറ്റു 5 by root 3 is equal to 4.33 എന്ന് വന്നിട്ടുണ്ട്. അത് നമുക്ക് ടീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ വാട്ട് ഈസ് ടി? ടി ഈസ് ഈക്വൽ ടു 4.33 ഇൻറ്റു root 3 ഡിവൈഡഡ് ബൈ 5. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പം നമുക്ക് അപ്രോക്സിമേറ്റ്ലി 1.5 എന്നുള്ള വാല്യൂ ആണ് ടീന് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ടീൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ വാട്ട് ഈസ് അപ്പർ ബൗണ്ട്? അപ്പർ ബൗണ്ട് ഈസ് 1 by t square. അപ്പർ ബൗണ്ടാണ് നമുക്ക് കാണേണ്ടത്. അപ്പർ ബൗണ്ട് എന്താണ്? 1 by t square ആണ്. ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1.5 the whole square.
and the answer is 0.44. ഇതാണ് നമ്മളുടെ റിക്വയർഡ് ആൻസർ വരുന്നത്.